ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യനും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നമ്മുടെ ഗ്രാമർ പോർഷനിൽ പലരുടെയും പേടി സ്വപ്നമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷൻ കംപ്ലീഷനിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇതാ മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ലേ. ഇത് എവിടെയാണ് വരുന്നത്, ഇതെങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഡൗട്ട്സ് ഉണ്ടായിരിക്കും. മിസ് ഇതാ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ വാലായിട്ട് ഒരു കോമയിട്ട് അതിനുശേഷം ഒരു വാലായിട്ട് ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അവിടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പിലായിട്ട് കാണുന്ന ഒരു ചെറിയ സ്പേസിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടി വരിക. അപ്പോൾ കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ടാവും, അവിടെ കോമ ഇട്ടിട്ട് പിന്നെ ഒരു ഭാഗം ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടാവും, അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്നത് അല്ലേ. എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കിക്കേ. നമ്മുടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ, അതായത് ഒരു സെൻറ്റൻസ് നമ്മളിവിടെ കൊടുത്തു, അത് പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്, അതായത് നോട്ട്, നോ, നെവർ എന്നുള്ള സാധനങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല, പോസിറ്റീവായിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുള്ളതെങ്കിൽ അതിന് നെഗറ്റീവ് ടാഗ് ആണ് ഉണ്ടായിരിക്കുക. റൂളാണിത്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ് ആണ് വേണ്ടത്. നോക്കിക്കേ, എക്സാമ്പിൾ നോക്കിക്കേ. ഷീ ഈസ് സിറ്റിംഗ്, അവൾ ഇരിക്കുകയല്ല എന്നല്ല പറയുന്നത്, അവൾ ഇരിക്കുകയാണ്. ഷീ ഈസ് സിറ്റിംഗ്, അവിടെ ഈസ് ആണോ വന്നല്ലേ, ഈസ് നോട്ട് ആണോ വന്നിട്ടുള്ളത്? അല്ല. സോ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, ഓക്കെ ഇത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് എന്താക്കണം, ഇതിനെ നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമ്മൾ ഈസിനെ എന്ത് ചെയ്തു, ഇപ്പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഇയാളെ എന്ത് ചെയ്യാൻ പോവാ, നമ്മൾ നെഗറ്റീവ് അടുപ്പിക്കാൻ പോവാ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ആക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ആര് ചേർക്കണം, നോട്ട് എന്നുള്ളത് ചേർക്കണം. അപ്പോൾ ഈസ് നോട്ട് എന്നുള്ളത് ചേർത്തിട്ട് നമുക്ക് എന്ത് എഴുതാം, ഈസ് നോട്ട് എന്നുള്ളത് ചേർത്തിട്ട് ഈസിൻറ്റ് എന്നാക്കി അല്ലേ, ഈസിൻറ്റ് എന്നാക്കി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഷീ ആണ് അവിടെ ഇരുന്നത് അല്ലേ, ഇവിടെ ലാസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, ഈ ഷീനെ പിടിച്ചിടുക. ഓക്കെ, അപ്പോൾ ഈസിൻ ഷീ എന്ന് വന്നു. കിട്ടിയോ? ഷീ ഈസ് സിറ്റിംഗ്, അവൾ ഇരിക്കുകയാണ് അല്ലേ, അവൾ അതല്ലേ ചെയ്യുന്നേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഈസിൻ ഷീ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നെ നോക്കുക, നമ്മുടെ ഇവിടെ ഏതാണ് കിടക്കുന്നത്, ഈസാണോ ആറാണോ നോക്കുക, പോസിറ്റീവ് ആണോ നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കിയിട്ട് വേണം അപ്പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ സബ്ജക്റ്റ് ഇപ്പുറത്തുള്ള ആളെ നമ്മൾ ഇപ്പുറത്തേക്ക് ഏറ്റവും അവസാനത്തേക്ക് വലിച്ചിടുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ദേ ആർ ടോക്കിംഗ്, അവർ സംസാരിക്കുകയാണ്. ആറാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദാറ്റ് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, നെഗറ്റീവ് ടാഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആറിന് ഇങ്ങോട്ട് എടുത്തു, ആർ നോട്ട് ആക്കി ആറിൻറ്റ് എന്ന് എഴുതി. ഇനിയോ ദേ, അവരാണ് സംസാരിക്കുന്നത് അല്ലേ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാനില്ല, ദെയിനെടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു, ആറിൻ്റെ ദേ. കിട്ടിയല്ലോ. അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ മാറ്റേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് റെഡ് ഹാർട്ട്സ് ഇടുക, സെറ്റാണ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, അടുത്തത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വരുവാണെങ്കിൽ, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നോട്ട് വെച്ചിട്ട് വരുന്നത് അല്ലേ, നോട്ട് നെവറൊക്കെ വെച്ച് വരുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചേർക്കേണ്ടത്, പോസിറ്റീവ് ടാഗ് ആണ് വേണ്ടത്. മനസ്സിലായോ? പോസിറ്റീവ് ടാഗ് ആണ് വേണ്ടത്. ഷീ ഈസ് നോട്ട് സിറ്റിംഗ്, അവൾ ഇരിക്കുകയല്ല, നേരത്തെ ഇരിക്കുകയായിരുന്നു അല്ലേ, ഇപ്പം എന്താണ്, ഇരിക്കുകയല്ല, ഈസ് നോട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ നോട്ട് നമുക്ക് ഒഴിവാക്കിയിട്ട് ഈസിനെ മാത്രം ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതി. ഈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലേ. ഇനി ഷീ ആണ് അവിടെ അത് ചെയ്തത്, അപ്പോൾ ഷീനെ എന്ത് ചെയ്തു, ലാസ്റ്റിലേക്ക് എടുത്തിട്ടു. അപ്പോൾ ഈസ് ഷീ എന്ന് വന്നു. ഷീ ഈസ് നോട്ട് സിറ്റിംഗ്, ഈസ് ഷീ എന്നായി മാറി. ഓക്കെ, കിട്ടിയല്ലോ. അടുത്തത് ദേ ആർ നോട്ട് ടോക്കിംഗ്. നേരത്തെ അവർ സംസാരിക്കുകയായിരുന്നു, ഇപ്പോൾ അവർ സംസാരിക്കുകയല്ല. സോ ഇതിനെ പോസിറ്റീവ് ആക്കിയപ്പോൾ എന്ത് ചെയ്തു, ആർ എന്നുള്ളത് ഇങ്ങോട്ട് എടുത്തിട്ടു, ദേ എന്നുള്ളത് അവസാനത്തേക്ക് എടുത്തിട്ടു. അപ്പോൾ ദേ ആർ നോട്ട് ടോക്കിംഗ്, ആർ ദേ എന്നായിട്ട് മാറി. കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള റൂള്. നിങ്ങൾ ഒന്നും പേടിക്കാനില്ല. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ദേ ആർ വർക്കിംഗ് ഇൻ എ ഫാക്ടറി. ഇത് എന്ത് തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് മക്കളെ? നോക്കിക്കേ, നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ദേ ആർ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ, പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മളിവിടെ നെഗറ്റീവ് ആക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്തു, ആറിനെ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് നോട്ട് ചേർത്തു, ആറിൻ്റെ ആക്കി, ദെയിനെ ലാസ്റ്റിലേക്ക് എടുത്തിട്ടു, ആറിൻ്റെ എന്നുള്ളത് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് നമുക്ക് കിട്ടി. അടുത്തതോ, ഹി ഈസ് നോട്ട് എ സ്റ്റുഡൻറ്റ്. ഈസ് ഹി ഈസ് നോട്ട് എ സ്റ്റുഡൻറ്റ് അല്ലെ, നെഗറ്റീവ് ടാഗ് ആണ്, നെഗറ്റീവ് ടാഗ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ പോസിറ്റീവ് ആയിട്ട് മാറ്റി ഈസ് എന്നുള്ളതാക്കി ഇട്ടു. നോട്ട് നമുക്ക് വേണ്ട, പോസിറ്റീവ് ആക്കി. ഇനിയോ ഹീനെ പറ്റിയിട്ടാണ് പറയുന്നത്, അപ്പോൾ അവിടെ ഈസ് ഹി എന്നായിട്ട് വന്നു. അടുത്തത് നോക്കിക്കേ, ഇത്ര നേരം നമ്മൾ സബ്ജക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വലിച്ചിട്ടു അല്ലേ. ദേ ആണെങ്കിൽ ദേ തന്നെ ലാസ്റ്റ് വന്നു, ഷീ ആണെങ്കിൽ ഷീ തന്നെ വന്നു, ഹി ആണെങ്കിൽ ഹി തന്നെ വന്നു. ഇനി ഒരാളുടെ പേരാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ പപ്പു വാസ് ഇൻ ദ ഷോപ്പ്, പപ്പു വാസ് ഇൻ ദ ഷോപ്പ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, വാസ് ഇൻ ദ ഷോപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, വാസ് നോട്ട് അല്ല, വാസ് ഇൻ ദ ഷോപ്പ്. അപ്പോൾ ഇവിടെ എന്താണ്, പോസിറ്റീവ് ആണ്. സോ നെഗറ്റീവ് ആക്കണമെങ്കിൽ വാസിൻറ്റ് എന്നായില്ലേ, വാസ് നോട്ട് എന്നുള്ളതാക്കിയിട്ട് വാസിൻറ്റ് എന്നാക്കി. പപ്പു എന്ന് പറയുമ്പോൾ
ആൺകുട്ടിയാണ് അല്ലേ, അപ്പോൾ ഹീ ആണ് വരേണ്ടത്. അപ്പോൾ വാസൻറ്റ് ഹീ എന്ന് വന്നു. കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലും കുട്ടീനെ ഗേൾ ആണെങ്കിൽ എന്ത് ചേർക്കണം നമ്മൾ? വാസൻറ്റ് ഷീ എന്ന് ചേർക്കണം. കിട്ടിയല്ലോ. ഫാദർ വിൽ കം ടുമോറോ, അച്ഛൻ നാളെ വരും അല്ലേ, പോസിറ്റീവാണ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ വോണ്ട് ഹീ എങ്ങനെ കിട്ടി? വില്ലിൻ്റെ കൂടെ പ്ലസ് നോട്ട് ചേർത്തപ്പോൾ എന്തായി മാറി? വോണ്ട് ആയിട്ട് മാറി, വോണ്ട് ഹീ. ഓക്കെ, ഫാദർ എന്നുള്ളത് എന്താണ്? ഹീ ആണ് വരിക. ഓക്കെ, കിട്ടിയല്ലോ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കിക്കേ, ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കണം എന്ന് പറഞ്ഞു, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണം എന്ന് പറഞ്ഞു. ഇതിലൊരു എക്സെപ്ഷൻ കേസ് ഉള്ളത് അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് ഐൻ്റെ കേസാണ്. അപ്പോൾ നോക്കിക്കേ, ഐ എം ഗോയിങ് ദർ, ഞാൻ അവിടെ പോകുന്നു. ഓക്കെ, ഇത് എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ, പോസിറ്റീവ് ആണ്. ഐ എം നോട്ട് എന്നാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല. ഈ പോസിറ്റീവിനെ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആക്കണം അല്ലേ, അപ്പോൾ ഞാനിവിടെ എഴുതാണ് ആം ആൻഡ് ഐ. ആം ആൻഡ് ഐ തെറ്റാണ് മക്കളെ, ആം ആൻഡ് ഐ എന്ന് പറയത്തില്ല കേട്ടോ. ആം ആൻഡ് ഐ നമ്മൾ യൂസ് ചെയ്യരുത്. അവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആർ ആൻഡ് ഐ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മിസ് പറഞ്ഞാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഐ എം നോട്ട് ഗോയിങ് ദർ, ഞാൻ അവിടേക്ക് പോകുന്നില്ല. അത് നെഗറ്റീവാണ്, അതിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നെഗറ്റീവാണ്, അതിനെ പോസിറ്റീവ് ആക്കണം അല്ലേ. അപ്പോൾ ആം ഐ. ഓക്കെ, ആം ഐ. ഓക്കെ, ഐ എം നോട്ട് എ സ്റ്റുഡൻറ്റ്, ആം ഐ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എന്ത് വന്നു? ആറിൻ്റ് ഐ വന്നു. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൽ നോക്കിക്കേ, ദേ വർക്ക് ഇൻ എ ഫാക്ടറി, അവർ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു. ഇതെന്താണ്? പോസിറ്റീവാണ്. ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയ ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ എന്താണ് ഈസ്, ആറ്, വോസ് അങ്ങനത്തെ സാധനങ്ങളില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇത് പോസിറ്റീവ് ആണോ അതുപോലെ നെഗറ്റീവ് ആണോ? നോക്കുമ്പോൾ അറിയാം അല്ലേ, ദേ ആർ നോട്ട് വർക്കിംഗ് എന്നൊന്നല്ല, ദേ വർക്ക് ഇൻ എ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? ഡൂ ഉണ്ട്. ഡൂ പ്ലസ് വർക്ക്, അതിനാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ കുക്സ് എന്ന് പറയുന്നുണ്ട് അല്ലേ. കുക്സ് എങ്ങനെയാണ്? ഡസ് പ്ലസ് കുക്ക്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇവിടെ ഇവരുണ്ട്. ഓക്കെ, ഇവരെ പ്രത്യക്ഷത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഇവരെ കാണാൻ പറ്റുന്നുണ്ടെങ്കിലും വിസിബിളി ഇവരെ കാണാൻ പറ്റുന്നില്ല നമുക്ക്. എന്നാൽ പോലും ഈ പറയുന്ന വെർബിൻ്റെ ഉള്ളിൽ ആര് ചേർന്നിട്ടുണ്ട്? ഡൂ ഉണ്ട്, ഡസ് ഉണ്ട്. അപ്പോൾ ഡൂ എപ്പോഴും ആരുടെ കൂടെ ആയിരിക്കും? പ്ലൂറലിൻ്റെ കൂടെ ആയിരിക്കും. ഓക്കെ, ഡസ് എപ്പോഴും ആരുടെ കൂടെ ആയിരിക്കും? സിംഗുലറിൻ്റെ കൂടെ ആയിരിക്കും. അതും കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ദേ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ദേ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? പ്ലൂരലാണ് വന്നിട്ടുള്ളത് അല്ലെ, പ്ലൂരലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വർക്കിൽ എന്തുണ്ട്? വർക്കിൽ ഡൂവും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതാണ്, എന്തെഴുതും? ഡു എന്ന് എടുത്തെഴുതി. ഓക്കെ, ഇനിയോ വർക്ക് ഇൻ എ ഫാക്ടറി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് സെൻറ്റൻസ് അല്ലെ, പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിനെ നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഡോണ്ട്. ഓക്കെ, ഡോണ്ട്. ഇനി ദേനെ ഇപ്പുറത്തേക്ക് എടുത്തിട്ടാൽ മതി അല്ലേ, ഡോണ്ട് ദേ. അപ്പോൾ എങ്ങനെയാണ് ഡൂ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ദേ പ്ലൂരലാണ്, വർക്ക് എന്ന് പറയുമ്പോൾ ഡൂ പ്ലസ് വർക്ക് ആണ്. പ്ലൂരൽ ആണെങ്കിൽ അവരുടെ കൂടെ വേർബ് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആരുണ്ടാവും? ഡൂവും കൂടെ ഉണ്ടാവും. ഡൂവിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തു, അതിനെ നെഗറ്റീവ് ആക്കി മാറ്റി, ഡോണ്ട് ദേ എന്നാക്കി മാറ്റി. അടുത്തത് ഹീ കുക്സ് വെൽ. അപ്പോൾ ഇവിടെയും പോസിറ്റീവ് തന്നെയാണ് സംഭവം, നെഗറ്റീവ് ആക്കി മാറ്റണം നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഡൂ ആണോ ഡസ് ആണോ എന്താണ് വേണ്ടത്? നമുക്ക് മനസ്സിലായി. കുക്സ് എന്ന് പറയുമ്പോൾ അത് ഡസ് ആണ് വരുന്നത്. ഹീ എന്ന് പറയുമ്പോൾ അവൻ ഒറ്റയ്ക്കാണ് അല്ലേ, സിംഗിൾ ആണ് അവൻ. ഓക്കെ, സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ ഡസ് ആണ് വരുന്നത്. ഡസ്സിന് ഇപ്പുറത്തേക്ക് എടുത്തിട്ടു. ഓക്കെ, ഡസ്. ഇനി എന്താ ചെയ്യണം? നെഗറ്റീവ് ആക്കണം. ഡസൻറ്റ്. ഇനി ഹീ അല്ലെ, ഡസൻറ്റ് ഹീ എന്ന് വന്നു. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ നിങ്ങൾക്ക് ഈസും ആറും വാസ് ഒന്നും കൊടുത്തിട്ടില്ല, എങ്ങനെ എഴുതും എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കരുത്. നമ്മുടെ വേർബ് നോക്കുക, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് നോക്കുക. പ്ലൂറൽ ആണെങ്കിൽ ഡൂ ഉണ്ടായിരിക്കും, സിംഗുലർ ആണെങ്കിൽ എന്തുണ്ടായിരിക്കും? ഡസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മാത്രം മതി. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം മിസ്. ഇതാ, ഷീ സിങ്സ് വെൽ. ഇവിടെ എന്താണ് വേണ്ടത് നോക്കാം കേട്ടോ. ഇവിടെ പോസിറ്റീവ് ആണ്, അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് ആണ് വേണ്ടത്. അബ്ദു കംസ് ടു ദ ക്ലാസ്. ഇവിടെ എന്താണ്? കംസ് എന്നാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതാം കേട്ടോ. ദേ റൺ ആഫ്റ്റർ ദ കാർ. ഓക്കെ, ഇതൊക്കെ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ടാഗ് എന്ത് വരും എന്നുള്ള കാര്യം നമ്മുടെ വീഡിയോൻ്റെ താഴെ കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞു, സെറ്റ് ആയിട്ടുണ്ട് എൻ്റെ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ അതും കൂടെ നമ്മുടെ കോമൻറ്റ് ബോക്സിൽ പറയാം. ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ വീഡിയോസ് വരുന്നുണ്ടായിരിക്കും, ഷോർട്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. മിസ്സാക്കി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് കാണാം. അതുവരയ്ക്കും ബൈ ബൈ.